ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പം ഞാനൊരു സോപ്പ് ഉണ്ടാക്കാൻ പോകും കേട്ടോ. തുളസിയുടെ ഇല കേട്ടോ, ഇത് ചുവന്ന തുളസി. അപ്പോൾ അതിൻ്റെ ഇല കേട്ടോ. പിന്നെ അതിലേക്ക് കറ്റാർവാഴയുണ്ട്. പിന്നെ ഇത് മഞ്ഞളിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കണം, 2-3 അപ്പോൾ അതിൽ ലേശം കറ്റാർവാഴയുടെ ജെല്ലിടണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ അതിൻ്റെ ആ കറി ഇതൊക്കെ ചൊറിയുക, അല്ലെങ്കിൽ മേലൊക്കെ ചൊറിയുള്ളൂ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് അതിൻ്റെ ജെല്ല് എടുത്തിട്ട് ഈ മഞ്ഞളിലിടണം. പിന്നെ ഇതിൽ കറ്റാർവാഴ നുറുക്കിയിട്ടായാലും വേണ്ടില്ല, ജെല്ല് ആയാലും വേണ്ടില്ല. അപ്പോൾ അത് രണ്ടും ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ മൊബൈൽ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ജ്യൂസ് അതിൻ്റെ പിന്നെ ഒക്കെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ചാറ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ എന്നിട്ട് കാണിച്ചു തരാം. കുറേ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നല്ലതല്ലേ നമുക്ക് മുളയുന്നതിനും ഇതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ മഞ്ഞളിൻ്റെ ജ്യൂസ്. ഇതാ ഉണ്ടാക്കി ജ്യൂസല്ല, അതും കറ്റാർവാഴയുടെ ജെല്ലും കൂടിയിട്ടാട്ടോ ഇത്. പിന്നെ അതിലേക്കുള്ള സോപ്പ് പൈസ് ഇത് ഒരു 1/2 കിലോ മേടിച്ചിട്ട് 2ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ മറ്റേ തുളസിയുടെ അതിലേക്കുള്ള കേട്ടോ. അപ്പോൾ പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിലേക്കുള്ള തുളസിയുടെ ഇതും കറ്റാർവാഴയുടെ പിന്നെ നുറുക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുപ്പിക്കുക കേട്ടോ. പിന്നെ അതിലേക്കുള്ള ഇതൊക്കെ ഓരോന്ന് ലേസിച്ച് വറ്റിക്കണം. പിന്നെ റോസ് വാട്ടറും വെളിച്ചെണ്ണ, പിന്നെ പിന്നെ ഇത് മണത്തിനുള്ളത് കേട്ടോ. അപ്പം അതൊന്ന് ഞാൻ പിന്നെ അലിയിച്ചിട്ട് കൊണ്ടിട്ടോ. ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ പിന്നെ എണ്ണ വരട്ടിയിട്ട് ഇതിൽ ഒഴിക്കുക കേട്ടോ. അത് മറ്റേത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. പിന്നെ അതിലേക്കൊക്കെ ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ ഇത് ഒഴിക്കണം. പിന്നെ റോസ് വാട്ടറും ഇതൊക്കെ കൂടിയിട്ട് ഓരോ സ്പൂണ് വറ്റിക്കണം. അപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കി 1/2 കിലോ സോപ്പ് പൈസ കൊണ്ട് ഞാൻ 3 സോപ്പ് മഞ്ഞളിൻ്റെയും ഇത് 4 ചെറുതും ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ആകെ. ഇത് തുളസിയും കറ്റാർവാഴയും, ഇത് മഞ്ഞളും കറ്റാർവാഴയുടെ ജെല്ലും, പിന്നെ സോപ്പ് പൈസും കേട്ടോ. പിന്നെ അതിലേക്കുള്ള മണത്തിനുള്ളതും വെളിച്ചെണ്ണയും ഒക്കെ കൂട്ടിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കി വെക്കും. പിന്നെന്താ, ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ മുളിച്ചെല്ലിനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കിയത് കേട്ടോ. ഒറ്റപ്പാലം പോയപ്പോൾ അതിന് സോപ്പ് പൈസ് മേടിച്ചതാണ്. കുറേ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രം കൊടുക്കുക മാത്രം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാവുക ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ നാളെ വേറെ വീഡിയോയ്ക്ക് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ തൊട്ടാ സോപ്പൊക്കെ ഉണ്ടാക്കി ഇതുണ്ടോ, അടിപൊളിയായിട്ടുള്ള മഞ്ഞളിൻ്റെ സോപ്പ് കേട്ടോ. നല്ല മഞ്ഞളിൻ്റെ സോപ്പാണ് കേട്ടോ. ഇത് 3 അര എന്താ പറയുക പിന്നെ എന്താണ് സോപ്പ് പൈസ കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പം 3 എൻ്റെ ഫ്രണ്ട്സിന് മഞ്ഞളിൻ്റെ വേണമെന്നൊക്കെ അന്ന് പറഞ്ഞു. ഇനി വേണം എന്താണെന്ന് അറിയില്ല. അപ്പം നല്ല അടിപൊളി കേട്ടോ. പിന്നെ തുളസിയും കറ്റാർവാഴയും മറ്റേതും അതന്നെ കേട്ടോ. കറ്റാർവാഴയും മഞ്ഞളും. അപ്പം ഇത് തുളസിയുടെയും പറഞ്ഞല്ലോ അല്ലേ. അപ്പം നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാനൊക്കെ എളുപ്പമെന്ന്. പക്ഷേ വില കൂടുതൽ ആ സാധനത്തിന്. നല്ല ഭംഗിയില്ല കാണാൻ. 1/2 കിലോ സോപ്പ് പൈസ ഉണ്ട് കേട്ടോ. 7 2 നല്ല ചെറുതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ. ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇഷ്ടമാകുമെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ. അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ.